കലാരാജുവിന്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. എല്ലായിടത്തേക്കും മെയിലായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്, രേഖകളുണ്ട് എൻ്റെ കയ്യിൽ. ഈ യുഡിഎഫിന്റെ സഹായം ലഭിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ CPM പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. ഒരിക്കലും ഇല്ല, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരുടെ ഔദാര്യം പറ്റാതെയാണ് ജീവിച്ചത്. എനിക്ക് യുഡിഎഫിൻ്റെ ഒരു ആനുകൂല്യം ഞാൻ വാങ്ങിയിട്ടില്ല. ഇല്ല, എൻ്റെ വായ്പ ഞാൻ ഓൾറെഡി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതല്ലല്ലോ നമ്മുടെ ആവശ്യം. എന്നെ ജവനമധ്യത്തിൽ എൻ്റെ വസ്ത്രാക്ഷേപം നടത്തി എന്നെ ഇത്രയും മൃഗീയമായി ഉപദ്രവിച്ചതിനെതിരെയാണ് എനിക്ക് പരാതിയുള്ളത്. എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പരാതിയില്ല. അതെനിക്ക് ഇല്ല, അത് വാസ്തവല്ല. അവരെന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ എടുത്ത വീഡിയോയാണത്. മക്കൾ പുറത്തുണ്ട്, ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവരെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് എടുത്ത വീഡിയോയാണത്. എനിക്കറിയാമായിരുന്നു അവരത് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ മക്കൾ പുറത്ത് രണ്ടുപേരും എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ നഗരസഭാ കൗൺസിലിന്റെ മുമ്പിൽ സംഘർഷത്തിനിടയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ഈ പാർട്ടി ഓഫീസിലേക്കാണ്, ഈ വീഡിയോ ചിത്രീകരിക്കുന്ന ഈ പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. അതെ, പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. കത്തി കാണിച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി. അതെ, കത്തി കാണിച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി. ഏരിയ സെക്രട്ടറിയോടൊപ്പം അരുണശോകൻ ഉണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അരുണശോകൻ, വിജയ് രഘു ആണ് കത്തി കാണിച്ചത്. പാർട്ടി ചുമതലയുള്ള ആളാണ്. അതെ, SFIയുടെ ചുമതലയുള്ള ഏരിയ പ്രസിഡന്റ് ആണ്. അത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജീവന് ഭീഷണിയുണ്ട്. അവര് കൂത്താട്ടുകുളത്ത് അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, നിന്നെ മക്കളെ ഇനി ഞാൻ കൂത്താട്ടുകുളം മണ്ണി കാല് കുത്തിക്കില്ല എന്ന്. അവരുടെ ഭീഷണിയുണ്ട്, എനിക്ക് ജീവന് ഭീഷണിയുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി, CPMന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് പറഞ്ഞത് പാർട്ടിക്ക് ഏതെങ്കിലും പരാതി നൽകിയാൽ അന്വേഷിക്കാൻ പാർട്ടി തയ്യാറായിരുന്നു. പക്ഷേ പാർട്ടി വിപ്പ് ലംഘിക്കുകയും കോൺഗ്രസിൻ്റെ തടങ്കലിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ തിരക്കഥയ്ക്കനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ കൗൺസിലർ പറയുന്നതെന്നൊരു ആരോപണം കൂടി ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. ഇത്രയും പൊതുജനങ്ങളുടെ മധ്യത്ത് നേരിട്ട് നടന്ന സംഭവമല്ലേ, അതിനി ആരോടെങ്കിലും ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കണോ? ഒരിക്കലും UDFിൻ്റെ തടങ്കലിലായിരുന്നില്ല ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി കൗൺസിലർ, ഇപ്പോൾ ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയതിന് ശേഷം ആദ്യം കൊണ്ടുപോകുന്നത് കൂത്താട്ടുകുളത്തെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്? അല്ല, കൂത്താട്ടുകുളത്തെ ആശുപത്രിയിലല്ല കൊണ്ടുപോകുന്നത്. അവരെന്നെ വീടിൻ്റെ തെണ്ണയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. കൗൺസിലർ തന്നെയാണോ നേരിട്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്? അല്ല, അവിടെ അവർ പോലീസുകാരെ വിളിച്ച് പോലീസുകാരാണോ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ കുറച്ച് സമയം കൗൺസിലർ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കൂടി ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. ഏത് ദിവസമാണ് പിടിച്ചോണ്ട് അതിൻ്റെ കൃത്യമായ ഞാനത് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ ഡേറ്റും സമയവും വെച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് താങ്കൾ ഇപ്പോഴും പാർട്ടി അംഗമാണ്, താങ്കളെ പാർട്ടി വിശ്വസിക്കുന്നു, താങ്കൾ ഇനി ഇപ്പോഴത്തെ നിലപാട് മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി അംഗം ഒരു വനിതയും ഒരു വിധവയായി എന്നെ, ഈ 56 വയസ്സുള്ള എന്നെ, ഒരു 1500ഓളം വരുന്ന സ്ത്രീയും പുരുഷന്മാരും ഒന്നിച്ച് ആക്രമിച്ചപ്പോൾ ഈ പാർട്ടി എവിടെയായിരുന്നു? എനിക്കവർ സംരക്ഷണം തന്നില്ലല്ലോ. അതിനുശേഷം ഇതുവരെ അവരെനിക്ക് സംരക്ഷണം തന്നില്ലല്ലോ. പിന്നെ അവർക്കത് പറയാൻ എന്താ യോഗ്യത? പാർട്ടി ഇത്രയും 25 വർഷം ഞാൻ കൂടെ നടന്ന പാർട്ടി എന്നെ ഒരു 2 ദിവസം എന്നെ കണ്ടില്ല എന്നുള്ള പേരിൽ ഇത്രയും അക്രമം അഴിച്ചു വിട്ടപ്പോൾ ഇനി എനിക്ക് പാർട്ടിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഇല്ല, പാർട്ടിയെ ഒരിക്കലും ഇനി വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയോട് ഇത്രയും അതിക്രൂരമായിട്ട് പൊതുസഭയിൽ പെരുമാറിയപ്പോൾ ഒരിക്കലും ഞാനത് തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരെ പരാതി കൊടുത്താണ് അവരെ പരിഗണിച്ചത്. UDFിന്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണോ ആലോചിക്കുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയ നിലപാടിനെ പറ്റി ഞാനൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല. കോടതിയിൽ രഹസ്യമൊഴി നൽകിയ ശേഷം കലാരാജു പ്രതികരിക്കുകയാണ്. CPM പ്രവർത്തകർക്കെതിരായി നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അതുപോലെ അവർ ആവർത്തിക്കുകയാണ്. വസ്ത്രാക്ഷേപം നടത്തി അപമാനിച്ചു, തന്നെ ഭീഷണിപ്പെടുത്തി, ഇപ്പോഴും ജീവന് ഭീഷണിയുണ്ടെന്നും കലാരാജു പറയുന്നു. ഈ കേസ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ പറയുകയാണ്.